ലോക കേരള സഭ തുടങ്ങാൻ പോവുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ വേദിയിലേക്ക് കയറാനായി സദസ്സിന്റെ മുൻനിരയിലുണ്ട്. അത് കേട്ടാ മതി ഞങ്ങൾക്ക്. മൈക്കിലൂടെ അവതാരക അറിയിച്ചു. ദേശീയഗാനം. സദസ്സും ഗാലറിയും ഒന്നടങ്കം എഴുന്നേറ്റ് നിവർന്നു നിന്നു. അഭിമാനത്തോടെ കേൾക്കാനായി മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും മുൻനിരയിൽ തന്നെ. കാര്യം നടക്കട്ടെ. ദേശീയഗാനം കേൾക്കുന്നില്ല. നിശബ്ദത വല്ലാണ്ട് നീണ്ടു. ആർക്കും ഒന്നും മനസ്സിലായില്ല. ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. മുഖ്യമന്ത്രി സ്പീക്കറെയും റവന്യൂ മന്ത്രിയെയും നോക്കി എന്തോ പിറുപിറുത്തു. രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? എരണക്കേട് അച്ചിട്ടതാ. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മൈക്കോ, മൈക്ക് കാണുമ്പോൾ മുഖ്യമന്ത്രിയോ ഇടയുന്നതാണല്ലോ പതിവ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇതിപ്പോൾ സൗണ്ട് വില്ലനായി. ദേശീയഗാനം പ്ലേ ചെയ്ത സിസ്റ്റം ചതിച്ചാശാനെ. സൗണ്ട് ഓപ്പറേറ്ററുടെ നിലവിളി ശബ്ദം കേട്ടില്ലെന്നേ ഉള്ളൂ. വേദിയിലുണ്ടായിരുന്ന അവതാരകയും മറ്റു രണ്ടുപേരെയും കൂട്ടി ഓടിയെത്തി. 52 സെക്കൻഡ് കൊണ്ട് പ്രശ്നപരിഹാരം. ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ്. പക്ഷെ ദേശീയ ഗാനാലാപനം കേട്ടപ്പോൾ സദസ്സിലുള്ളവരുടെ മനസ്സിൽ രണ്ട് ചിന്തകൾ വന്നുപോയി. നിന്നെ ഒരു കാലത്തും ഞാൻ വെളിവിടത്തില്ല. മാസങ്ങൾ മുൻപ് ഇതേ വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ആവർത്തിക്കുമോ? താങ്ക് യു സർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. അളിയാ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.